അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ചു വന്നവർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻ UDF കൺവീനറും ആയിരുന്ന ബെന്നി ബെഹനാൻ MP ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് താങ്കൾ. ഉമ്മൻചാണ്ടി ഒരു വർഷം ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു കേരള രാഷ്ട്രീയത്തെ താങ്കൾ എങ്ങനെയാവും? ഉമ്മൻചാണ്ടി നമ്മളിൽ നിന്നും വേർവിട്ടിട്ട് ഒരു വർഷമായി. പക്ഷെ അത് ഭൌതികമായൊരു വേർപാട് മാത്രമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിലൂടെ ഒന്നും ഉമ്മൻചാണ്ടി ഇന്ന് മനസ്സിലുണ്ട്. എന്റെ ഹൃദയത്തിൽ വെളിച്ചം പകരാൻ ഒരു ദർശനമായാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത്. ആ ഓർമ്മകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അദ്ദേഹം ഒരു നേതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം ഒരു ആത്മവിശ്വാസമായിരുന്നു. തന്നോട് തന്റെ അടുത്ത് വരുന്ന മുഴുവൻ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യവും ആശ്വാസവും നൽകിയ ഒരു നേതാവ് ഉമ്മൻചാണ്ടി മാത്രമേ. ഉമ്മൻചാണ്ടിയെ കണ്ടുപോകുന്ന ആളുകൾ ജീവിതത്തിന്റെ ഊർജ്ജവുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. മത്സ്യങ്ങൾ വെള്ളത്തിൽ നടക്കുന്നത് പോലെയാണ് ഉമ്മൻചാണ്ടി ജനക്കൂട്ടത്തിൽ നടന്നത്. അവിടെ നിന്നും ജീവവായു എടുക്കുന്നു, അവിടെ നിന്ന് ഊർജ്ജമെടുക്കുന്നു, അവിടെ നിന്ന് ജീവിതത്തെ കണ്ടെത്തുന്നു. അതായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ ഒരു വേർപാട് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിടവ് വളരെ വലുതാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല. ഇന്നും ആളുകൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മനസ്സിൽ പറയുന്നത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആളുകൾ പറയുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലാണ്. ഒരു മരണമുണ്ടായാൽ, ഒരു കല്യാണമുണ്ടായാൽ ആളുകൾ പറയുന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചിട്ടാണ്. അത്രമാത്രം ജനഹൃദയങ്ങൾ അലിഞ്ഞു കണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി എന്നും ജീവിക്കുന്നു, മരണമില്ലാതെ മനസ്സിൽ എന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹം ആരാണെന്ന് അതിന്റെ വലിപ്പം കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മരണശേഷമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുത്തോ? അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പോലും നിർമ്മിക്കാൻ ഇതുവരെ ഒരു വർഷമായിട്ട് തയ്യാറായിട്ടില്ല. സ്മാരകത്തിൽ വിശ്വാസമുള്ളയാളല്ല ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ സ്മാരകം ജനഹൃദയങ്ങളിലാണ്. പക്ഷെ കാണുന്നത് ഉമ്മൻചാണ്ടിയെ ചില ആളുകൾ തമസ്കരിക്കുന്നുണ്ട്. ആ തമസ്കരണത്തിലൂടെ ഉമ്മൻചാണ്ടി വലുതാകുകയാണ്. ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനായ ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല. അവിടെ പരാമർശിക്കപ്പെട്ട പേരിനേക്കാൾ പിറ്റേ ദിവസം വാർത്താമാധ്യമങ്ങളിൽ വന്ന പേര് ശ്രീ ഉമ്മൻചാണ്ടിയുടേതാണ്. തമസ്കരിച്ചാൽ ഉമ്മൻചാണ്ടി കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്മാരകം ആളുകളുടെ ഓർമ്മ നിലനിർത്താനും ആളുകളുടെ സംഭാവനയെ വിലയിരുത്തിക്കൊണ്ടാണ് സ്മാരകങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരാണ് വിഴിഞ്ഞം തുറമുഖത്തിനിടേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് ഭയക്കുന്നുണ്ടോ? ശ്രീ കരുണാകരന്റെ പേരാണ് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനിടുന്നത്. ഇതെല്ലാം ഇടേണ്ടതാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്മാരകത്തിൽ നിന്ന് ഇവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് സ്മരണകളിലൂടെ ഇവരെന്ത് ഓർത്തില്ല. ഈ ഉമ്മൻചാണ്ടിയുടെ പേരിനെ പോലും ഭയക്കുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ചില ആളുകളെ പേര് പറയാതിരിക്കുന്നത് ആ പേരിനെ ഭയക്കുന്നതുകൊണ്ടാണ്. ആ പേര് പറയുമ്പോൾ ആ പേരിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രതികരണം, ഒരു സ്നേഹം, ഒരു വാത്സല്യം, അതിനെ ചില ആളുകൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഭയപ്പെടുന്നവരാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്തവർ. ഉമ്മൻചാണ്ടിയുടെ പേര് പറയുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ആ ഒരു താല്പര്യത്തിൽ നിന്നും അതിന്റെ ഒരു ഊഷ്മളത ഉൾക്കൊള്ളുന്ന, വൈകാരികത ഉൾക്കൊള്ളുന്ന ആളുകൾ എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേര് പറയും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേര് പറയാതിരിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ പറയപ്പെടാത്ത പേരിന്റെ ഉമ്മൻചാണ്ടി ഓർമ്മപ്പെടുകയാണ്. അതൊരു എവിടെയാണോ, ഏത് വേദിയിലാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരിക്കുന്നത് അവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ഉമ്മൻചാണ്ടിയുടേതാണ്. കെ മുരളീധരൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്ന അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പോ വിഴിഞ്ഞത്ത് പേരിടുന്ന കാര്യം കോൺഗ്രസ് പാർട്ടിയും UDF കൂടി തീരുമാനിക്കേണ്ടതാണ്. നേരത്തെ കോൺഗ്രസ് പാർട്ടിയും UDF തീരുമാനിച്ചിരുന്നു ശ്രീ കരുണാകരന്റെ പേര് അന്തർദേശീയ വിമാനത്താവളത്തിനുണ്ട്. പക്ഷെ പേര് വിമാനത്താവളത്തിനും അതുപോലെ തന്നെ തുറമുഖത്തിനും പേരിടേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല, അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അധികാരം വേണം. ആ കേന്ദ്ര ഗവൺമെന്റ് അധികാരം ഈ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞിട്ടുണ്ടോന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കിട്ടണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വരും. വ്യക്തമാണ്. എന്തായാലും ബെന്നി ബെഹനാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ച, അല്ലെങ്കിൽ A ഗ്രൂപ്പിന്റെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. ബെന്നി ബെഹനാൻ എന്ന കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തം